അങ്ങനെ ടാസ്ക് അവസാനിച്ചപ്പം ആര്യനാണ് വിജയിച്ചത്. ആര്യന് 28 കോയിനാണ് കിട്ടിയത്. ആര്യൻ മായാമോഹിനിയായിട്ട് കുഴപ്പമില്ലാത്ത പ്രകടനം കാഴ്ചവെച്ച ആര്യൻ 28 കോയിനാണ് നേടിയത്. എനിക്ക് തോന്നുന്നു ഈ ഗെയിം ഷോയിലെ ഈ ടാസ്കിലെ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച വ്യക്തിയാണ് രേവതി. കിലുക്കത്തിലെ രേവതിയായിട്ട് വന്ന നമ്മുടെ അനിമോളുടെ പ്രകടനം മികച്ചതായിരുന്നു, ഒരു തെറ്റും പറയാനില്ല. അതുപോലെ പട്ടണത്തിൽ ഭൂതമായിട്ട് വന്ന സാവുമോനും മികച്ച പ്രകടനം കാഴ്ചവെച്ചു. പക്ഷേ 3-ാം സ്ഥാനത്ത് നിന്ന ആര്യനാണ് എല്ലാവരും കൂടെ ചേർന്ന് 28 കോയിൻ കൊടുത്തത്. എല്ലാവരും കൂടെ ചേർന്ന് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇതിനകത്ത് വൃത്തികെട്ട ഒരു ഗെയിം കളിച്ച അക്ബറും അതുപോലെ നെവിനും ചേർന്നതാണ്. അനിമോളെ ഒരു കാരണവശാലും ജയിപ്പിക്കരുത് എന്ന് കരുതി തന്നെയാണ് അവർ ആ ഗെയിം അവിടെ കളിക്കുന്നത്. കാരണം എല്ലാവരും കൂടെ അനിമോൾക്ക് 18 കോയിൻ കൊടുക്കൂ. അക്ബറും നെവിനും ഒഴിച്ച് ബാക്കി എല്ലാവരും കൂടി ആര്യന് കൊടുത്തത് 14 കോയിനാണ്. അക്ബർ ഉടൻ തന്നെ അനിമോളെ തോൽപ്പിക്കാൻ വേണ്ടി 5 കോയിനും കൂടെ ആര്യന് കൊടുത്തു. നെവിൻ അത് കണ്ട് 9 കോയിൻ, തൻ്റെ കയ്യിലിരുന്ന 9 കോയിനും ആര്യനെ ഏൽപ്പിക്കുകയാണ്. ആ സ്ഥാനത്ത് അക്ബർ അനിമോൾക്ക് കൊടുത്തത് 1 കോയിനാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അനിമോളെ തോൽപ്പിക്കുക എന്നുള്ളതായിരുന്നു അക്ബറിൻ്റെയും നെവിൻ്റെയും ഉദ്ദേശം. ഏതായാലും കൃത്യമായിട്ട് അക്ബർ അത് പറയുന്നുണ്ട് ആര്യനോട്, നീ ജയിക്കണമായിരുന്നു, അതിനു വേണ്ടിയാണ് ഞാൻ കോയിൻ തന്നത് എന്ന്. ഏതായാലും വൃത്തികെട്ട കളി തന്നെയാണ് കളിച്ചത്. ഏതായാലും നമ്മുടെ അനിമോളുടെ കൂടെ കുറച്ച് ഗ്രൂപ്പായിട്ട് അനിമോൾ നിൽക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ആദിലെ നൂറയൊക്കെ ഉണ്ട്. പക്ഷെ അവരൊന്നും അനിമോളെ ജയിപ്പിക്കാൻ വേണ്ടി യാതൊന്നും ചെയ്യില്ല എന്നുള്ളത് ഉറപ്പാണ്. കാരണം എനിക്ക് തോന്നുന്നു അനിമോൾക്ക് ഏറ്റവും കൂടുതൽ കോയിൻ കൊടുത്ത അനീഷാണ്. അനീഷ് 3 കോയിൻ അങ്ങോട്ടും തരും. ആദിലെ എങ്ങാണ്ടും 2 കോയിനും നൂറയും 2 കോയിൻ അങ്ങോട്ടേ കൊടുത്തുള്ളൂ. അപ്പോൾ ഇതിന് കൗണ്ടർ അറ്റാക്ക് ചെയ്യാൻ ഗ്രൂപ്പ് അടിസ്ഥാനത്ത് തന്നെ അനിമോളുടെ കൂടെ ആരും ഇല്ല എന്നുള്ളത് വേറൊരു സത്യമാണ്. ബെന്നി കൊടുത്തത് 1 കോയിനാണ്. അപ്പോൾ അനിമോളെ തോൽപ്പിക്കുക എന്നുള്ളത് അനിമോളുടെ കൂടെ നിൽക്കുന്നവരുടെ ചിന്ത അത് തന്നെയാണ് എന്നുള്ളത് ഏകദേശം ഇതിൽ നിന്ന് ഉറപ്പായി. പക്ഷെ അനിമോൾ ഇത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് വേറൊരു സത്യം.